ഹായ് ഫ്രണ്ട്സ്, റേഷ്യാഡേസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത് 1 കപ്പാണ് ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് ഒരു സവോള, മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ടയാണ് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഞാൻ 3 മുട്ട ഇതിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ സൈസിലുള്ള മുട്ടയാണെങ്കിൽ 2 മതി. ഇത് നല്ല ചെറിയ സൈസ് മുട്ടയാണ്ട് ഞാൻ 3 എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വെജിറ്റബിൾസും മുട്ടയും ഉപ്പും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫുൾ ആദ്യമേ ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ചെയ്യിക്കാനാണ് മാവ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് എത്ര ആവശ്യമുണ്ടോ അത്രയും മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ലാസ്റ്റ് പറയാം എത്രയാണ് ആഡ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാണ് മിക്സ് ചെയ്തത്. ഇനി ഫൈനലി നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പാനിലിപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിക്കാം. മൊത്തം ബാറ്റർ ഒരുമിച്ച് ഒഴിച്ച് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതുപോലെ പ്രസ് ചെയ്ത് തീരെ അങ്ങ് ഇതിനെ തിന്നാക്കണ്ട, കുറച്ച് തിക്നെസ്സിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ബാറ്റർ ഒഴിച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം എപ്പോഴും സിമ്മിലിട്ടേക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. അപ്പോൾ ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കുക. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാണ്ട് മറിച്ചിടാൻ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്നും കൂടെ അടച്ചു വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ്, ഒരുപാട് നേരം വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഈസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവും മുട്ടയും കൊണ്ടിട്ടുള്ള ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ അതിനേക്കാൾ ഹെൽത്തിയാണിത്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ 2 പേർക്ക്, നമ്മളിപ്പോൾ തയ്യാറാക്കിയത് 2 പേർക്ക് നന്നായിട്ട് വയറ് നിറയാനുള്ളത് ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഫില്ലിങ്സ് ഉണ്ട്. നമ്മളെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് കുക്കായി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസോ കെച്ചപ്പോ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയോ മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുവരെ ടേക്ക് കെയർ, ബൈ.